നിലമ്പൂരിൽ നിന്ന് തിളക്കമാർന്ന വിജയം സ്വന്തമാക്കി ആര്യാടൻ ഷൗക്കത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ആര്യാടൻ ഷൗക്കത്ത് MLA സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. സ്പീക്കറുടെ സാന്നിധ്യത്തിൽ, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ, കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് കന്നിയൂഴമാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു, സത്യവാചകം ചൊല്ലിയിരിക്കുന്നു. സ്പീക്കർ AN ഷംസീറിന് മുന്നിൽ അദ്ദേഹം സത്യവാചകം ചൊല്ലിയിരിക്കുന്നു. ഇതോടുകൂടി ഇനി 10 മാസക്കാലത്തോളം നിലമ്പൂരിനെ പ്രതിനിധീകരിക്കാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. നേരത്തെ പിതാവ് പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം അവിടെ നിന്ന് തിളക്കമാർന്ന വിജയത്തോടുകൂടി നിയമസഭയിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി വളരെ കുറച്ച് കാലം മാത്രമാണ് താരതമ്യേന ബാക്കിയുള്ളത്. 10 മാസത്തിൽ താഴെ മാത്രം കാലമാണ് നിയമസഭയ്ക്ക് കാലാവധിയായിട്ടുള്ളത്. എങ്കിലും നിലമ്പൂരിലെ ജനത ആവേശത്തോടുകൂടി ആ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്, അവരുടെ പുതിയ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ ആവേശത്തോടുകൂടി ബൂത്തിലെത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനുമൊക്കെ മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം, ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷമാണ് നിലമ്പൂരിൽ നിന്നിപ്പോഴത് ആര്യാടൻ ഷൗക്കത്ത് 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതിനു ശേഷം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നത്. ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, സ്പീക്കറുടെ സാന്നിധ്യത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ മന്ത്രിമാരായ MB രാജേഷും K രാജനും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ, MP മാർ, MLA മാർ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമാകാൻ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ അവിടെ ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി നിയുക്ത MLA അല്ല, ഇനി MLA ആണ് ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ നിലമ്പൂരിൻ്റെ MLA ആയി ഇനി ഉണ്ടാകും. നിയമസഭാ സമ്മേളനം നടക്കാൻ ഇനിയും ഒരുപാട് കാലം ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചത്. എന്തായാലും സത്യവാചകം ചൊല്ലിക്കൊണ്ട് നിലമ്പൂരിന് പുതിയ MLA വന്നിരിക്കുന്നു, ആര്യാടൻ ഷൗക്കത്ത്.